അത് വള്ളോപ്പള്ളി പിതാവിന്റെ കൊട്ടേഷനാണ്. അച്ഛന്റെ ആദ്യത്തെ പിതാവാണ് തലശ്ശേരി. ഒരു കൈയിൽ ബൈബിളും മറു കൈയിൽ ദീപികയും എന്നാണ്. മാർപ്പാപ്പ അനുവദിച്ചിരിക്കുന്ന സമയം 8 മിനിറ്റ്. 2 മിനിറ്റ് കൂടെ കൂട്ടിയാലും അതിലപ്പുറം പറയുന്നത് ഇന്നും 3/4 മണിക്കൂറൊക്കെ ഒരു ഞായറാഴ്ച ഇടവ പ്രസംഗം നടത്തുന്നു പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമാണ്. കാരണം മനുഷ്യർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ. വചനപീഠത്തിലെ സിംഹം എന്നാണ് ചാവറയച്ചനെ വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം അതുപോലെ ഫയറി ആയിട്ട് പ്രസംഗിച്ചിരുന്നു. അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളുടെ കണ്ണുണ്ടല്ലോ, അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവരാക്ച്വലി എൻ്റെ ഈ വിജ്ഞാനം കേൾക്കാൻ വേണ്ടി വന്നവരല്ല, അവരുടെ ഈ നീറ്റൽ അർപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. നമ്മുടെ ഈ ഞായറാഴ്ചകളിൽ നമ്മുടെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് വലിയൊരു സാധ്യതയുണ്ട്. കാരണം ഇടവകയിൽ ഒരു 90% അല്ലെങ്കിൽ 95% ആളുകൾ രാവിലത്തെ കുർബാനയിൽ വൈകിട്ടത്തെ കുർബാന ഏതെങ്കിലും ഒരു കുർബാനയിൽ വന്ന് പങ്കെടുക്കും. അപ്പം വൈദികരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പ്രബോധനം നൽകാനുള്ള വലിയൊരു സ്പേസ് നമ്മുടെ ഞായറാഴ്ച കുർബാനകൾക്കുണ്ട്, ഞായറാഴ്ച പ്രസംഗങ്ങൾക്കുണ്ട്. പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു ആശങ്കയുണ്ട്, ഞായറാഴ്ച പ്രസംഗങ്ങൾ ഒരു മോണോട്ടോണസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരം ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളായിട്ട് പോകുന്നു. അതായത് വചനം പറയുന്നു, അതിന് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു വ്യാഖ്യാനങ്ങൾ നൽകുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമുണ്ടല്ലോ. ഇപ്പോൾ കാലത്തിനൊത്ത് നമുക്കിപ്പോൾ ഒരാഴ്ച നമ്മുടെ സമുദായമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈവൻ ഇപ്പോൾ ഒരു ഉദാഹരണം കക്കുകളായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾക്കൊരു പ്രബോധനം കൊടുക്കുക, എന്താണ് സംഭവം, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടക്കും, ഇതാണ് ഇടവക ജനമേ സംഗതി. അപ്പം അതിലേക്ക് കുറെ കൂടി വരേണ്ടത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് എല്ലാ അച്ഛന്മാരും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് എനിക്കൊന്ന് ഈ ഒരു വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ആദ്യം ടോം ചന്ദ്രൻ ഞങ്ങളാണ് കൂടുതൽ ഞായറാഴ്ച പ്രസംഗം പറയേണ്ടി വരുന്നത്, ഇടവപ്പെട്ടക്കാരാണല്ലോ. ശരിക്കും ബൈബിൾ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ പത്രവുമാണ് എന്ന് പറഞ്ഞാൽ ഓരോ. അത് വള്ളോപ്പള്ളി പിതാവ് പറഞ്ഞതാണ് ആണല്ലേ? അത് വള്ളോപ്പള്ളി പിതാവിന്റെ കൊട്ടേഷനാണ്. അച്ഛന്റെ ആദ്യത്തെ പിതാവാണ് തലശ്ശേരി. ഒരു കൈയിൽ ബൈബിളും മറു കൈയിൽ ദീപികയും എന്നാണ്. ദീപികയുടെ ആളായതുകൊണ്ടാണ് പത്രം എന്ന് പറഞ്ഞൊരു ഡൈലൂട്ട് ആക്കണ്ട. ക്രൈസ്തവ വിശ്വാസിയുടെ പത്രം ദീപികയായിരിക്കണമെന്ന് ആദ്യം നമ്മുടെ മലനാട്ടിൽ പറഞ്ഞത് വള്ളോപ്പള്ളി പിതാവാണ്. അല്ല, ഞാൻ പറയാം. അപ്പോ ആ ഒരു ജീവിതഗന്ധിയായിട്ട് ദൈവവചനം വ്യാഖ്യാനിക്കുക എന്നുള്ളൊരു പുരോഹിതന്റെ കടമയാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഓരോ ആനുകാലിക സംഭവങ്ങൾക്കും ബൈബിളിനൊരു പ്രസക്തി ഉണ്ടായി വരുന്നത്. നമ്മൾ ഈ കാണുന്ന ഏത് കാര്യത്തിൽ അപ്പോഴാണ് നമുക്ക് ചില നീതിക്ക് വേണ്ടി പോരാടാനും ചില അനീതിക്കെതിരെ ശബ്ദമുയർത്താനും ഒക്കെയുള്ള ഒരു പ്രചോദനം നമുക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന മനുഷ്യർക്ക് തോന്നുന്നത്. ക്രൈസ്തവ സമുദായത്തെ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പ്രതികരണശേഷി ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ നമ്മുടേതായ ഒരു സുരക്ഷിത വലയത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണെന്ന് പലപ്പോഴും പറയും. ഇതിൻ്റെയൊക്കെ കാരണം ദൈവവചനത്തിൻ്റെ മൂർച്ച, മുനയില്ലാതെ ഈ വാൾ അവതരിപ്പിച്ചതിന്റെ തന്നെ ഫലമാണ്. തീർച്ചയായിട്ടും വൈദിക പ്രസംഗങ്ങൾ, ഞായറാഴ്ച പ്രസംഗങ്ങൾ കാലികമായിട്ട് മാറപ്പെടേണ്ടതാണ്. ഒരു കാലഘട്ടം നമുക്കറിയാം, 1970 കാലഘട്ടത്തിലൊക്കെ ഇടവകയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടവകയിലെ വൈദികനായിരുന്നു. ഒരു ഇംഗ്ലീഷ് ഒരു എഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് വികാരിയച്ഛൻ്റെ അടുത്തേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടം മാറിയതിനു ശേഷം നമ്മുടെ ദൈവജനം ഏറെ വിദ്യാസമ്പന്നനായി. അപ്പം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരിൽ ഡോക്ടർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, സയൻറ്റിസ്റ്റുമാരുണ്ട് എന്നുള്ള അവബോധമൊക്കെ വൈദികർക്ക് നമുക്ക് അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മുടെ ടൈം കൺസെപ്റ്റ്. അപ്പോൾ പഴയ കാലത്ത് കഴുത്തിലൊക്കെ 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഈ കുർബാന കഴിഞ്ഞിട്ട് ജോലിക്ക് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടൈം കോൺഷ്യസ്നെസ്സും നമുക്ക് കുറെ കൂടി നമുക്ക് വരുത്തേണ്ടിയിരിക്കും. ഒരു 10 മിനിറ്റ് സമയത്തിലപ്പുറത്തേക്ക് ഒരു ഞായറാഴ്ച പ്രസംഗം നീക്കുന്നു എന്ന് പറയുന്നത് മാർപ്പാപ്പ അനുവദിച്ചിരിക്കുന്ന സമയം 8 മിനിറ്റ്. 2 മിനിറ്റ് കൂടെ കൂട്ടിയാലും അതിലപ്പുറം പറയുന്നത് ഇന്നും 3/4 മണിക്കൂറൊക്കെ ഒരു ഞായറാഴ്ച ഇടവ പ്രസംഗം നടത്തുന്നു പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമാണ്. കാരണം മനുഷ്യർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ അവരുടെ അനുദിന ജീവിതത്തിന്റെ അല്ല എനിക്ക് 10 മിനിറ്റിനുള്ളിൽ ചുരുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, പിന്നെ പലതരത്തിൽ ഈ ഞായറാഴ്ച പ്രസംഗത്തിൽ ഇപ്പം ഞങ്ങൾ ചാവറയച്ചൻ്റെ മക്കളാണല്ലോ, അൾത്താരയിലെ വചനവേദിയിലെ സിംഹം എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വചനപീഠത്തിലെ സിംഹം എന്നാണ് ചാവറയച്ചനെ വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം അതുപോലെ ഫയറി ആയിട്ട് പ്രസംഗിച്ചിരുന്നു. അപ്പം പ്രസംഗത്തിന് പല ശൈലികൾ, പ്രത്യേകിച്ച് അൾത്താര പ്രസംഗത്തിന് അതിൽ നമ്മുടെ വചനപ്രഘോഷണം, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാന പശ്ചാത്തലമൊക്കെയുള്ള ധാരാളം വചനത്തിൻ്റെ ഉള്ളിൽ സ്പർശനം കിട്ടിയിട്ടുള്ള വൈദികരൊക്കെ പ്രസംഗിക്കുമ്പോൾ കൂടുതൽ വചനം ആവർത്തിച്ച് ദൈവവചനത്തിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള വചനങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
മറ്റൊന്ന് പിന്നെ ഒരു സോഷ്യൽ പ്രസംഗത്തിന്റെ ഒരു ശൈലിയിലേക്ക് ചില പ്രസംഗങ്ങൾ മാറാറുണ്ട്. സാമൂഹിക വിഷയങ്ങളെടുത്ത് പറയുന്നു. പലരും അതിനുവേണ്ടി പ്രിന്റഡ് മാറ്റേഴ്സ് പിന്നെ കോപ്പി ചെയ്യാറുണ്ട്. പലരുടെയും കഥകൾ, നോവലുകൾ, സിനിമാ കഥകൾ ഇതൊക്കെ പ്രസംഗത്തിൽ കൊണ്ടുവരാറുണ്ട്. മറ്റൊരു ശൈലി, പിന്നെ ഞാനിപ്പോൾ 25 വർഷമായല്ലോ നമ്മൾ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 25 വർഷം അൾത്താരയിൽ കുർബാന ചെല്ലാൻ ഭാഗ്യം കിട്ടി. അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളുടെ കണ്ണുണ്ടല്ലോ, അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവരാക്ച്വലി എൻ്റെ ഈ വിജ്ഞാനം കേൾക്കാൻ വേണ്ടി വന്നവരല്ല, അവരുടെ ഈ നീറ്റൽ അർപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ വിശ്വാസികൾ നമ്മുടെ പ്രസംഗങ്ങൾ കേട്ട് ഇങ്ങനെ കോൾമേൽ കൊണ്ടിരിക്കുകയാണെന്നുള്ള ധാരണ നമുക്കുണ്ട്. അവിടെ നിന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതുപോലെ ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഇവരെല്ലാം നന്നാക്കാം എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് ഇതിനൊന്നും സമയലബ്ധി ഇല്ലാതെ പോകുന്നത്. ഇപ്പൊ കുറച്ച് പറഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച ബാക്കി പറയാം, കാരണം ഇതിങ്ങനെ നിരന്തരം പറഞ്ഞാലേ എന്നുള്ള അത് ഇപ്പൊ പറഞ്ഞ് ശരിയാക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ജനത്തിന്റെ കണ്ണിൽ നോക്കി പറയണം. അതാണ് എൻ്റെ 25 വർഷത്തെ ഒരു വചനപ്രഘോഷണ അല്ലെങ്കിൽ അൾത്താര പ്രസംഗങ്ങളുടെ ഒരു അനുഭവത്തിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ആ കണ്ണ് നിറയും. കാരണം ആ കണ്ണിൽ നോക്കിയാൽ നമ്മൾ വായിച്ചാൽ മതി, കണ്ണ് വായിച്ചാൽ മതി. അപ്പോൾ അൾത്താരയിൽ നിൽക്കുന്ന ഒരു അഭിഷിക്തൻ, അവൻ ഏറ്റവും വലിയ കൃപ എന്താണ്? ഈ മുമ്പിൽ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ കണ്ണ് വായിക്കാനുള്ള കണ്ണ് പുസ്തകമാണ് അവന്റെ ജീവിതമാണ്. അത് ചിലത് നിറയുന്നു, ചിലത് കവിഞ്ഞൊഴുകുന്നു. അപ്പൊ ഈ കുർബാന കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വന്നതെങ്കിൽ ഇവര് നമ്മുടെ അടുത്ത് എത്തിയിരിക്കും, സങ്കീർത്തിയിൽ വരും. നമ്മുടെ പ്രസംഗത്തെ പറ്റി പറയാൻ അച്ഛൻ എന്നെ പറ്റി പറഞ്ഞിട്ടാണോ, എന്റെ കഥയാണോ പറഞ്ഞത്, എന്റെ അനുഭവമാണോ? ഞാൻ ഏതായാലും ഈ ചാനലിലാണ് സംസാരിക്കുന്നതെങ്കിലും ഒരു കാര്യം തുറന്നു പറയുകയാണ്. ഒരു വൈദികൻ അൾത്താരയിൽ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണമെങ്കിൽ അവൻ കുമ്പസാരക്കൂട്ടിൽ കയറിയിരുന്നാൽ മതി. അതെ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ കാലിക പ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ അച്ഛന്മാർ അത് പറയാൻ മടിക്കുന്നുണ്ട്. കാരണം താഴെ ഇരിക്കുന്ന ആളുകളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അവരത് ഒട്ടനെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ലൈവ് ആയിട്ട് വിടുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. നമ്മളത് ആ വിഷയം അതേപടി പറയുമല്ല, അതിനൊരു ക്രിസ്തീയമായ വ്യാഖ്യാനം നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവരത് വീണ്ടും കേൾക്കും. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആളുകളുടെ ഒരു സ്വാഭാവികമായ പ്രവണത നമ്മൾ എന്തോ വർഗീയം പറയുന്ന അല്ലെങ്കിൽ മറ്റെന്തോ വിഷയങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്ന എന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാലാ തിരുമേനിയുടെ പ്രസംഗം വന്നത് വിശ്വാസ സമൂഹത്തോടാണ് പറഞ്ഞത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ മറ്റു പല പള്ളികളും പല വേദികളിലും പറയുമ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളൊരു പ്രവണത നമ്മുടെ ആളുകളുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല അച്ഛന്മാരും ഇത് പറയാൻ മടിക്കുന്നുണ്ട്. പറയുന്ന അച്ഛന്മാരെ അവർ മറ്റൊരർത്ഥത്തിലേക്ക് ചിത്രീകരിക്കാനും നമ്മുടെ ആളുകൾ ശ്രമിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നവർ വളരെ കുറവാണ്, മൈനോറിറ്റി ആയിട്ട് മാറിയവരാണ് മഹാഭൂരിപക്ഷം. കേൾക്കുന്നവര് നമ്മൾ പറയുന്നത് മാത്രമല്ല കേൾക്കുന്നത്, അവരെ കേൾപ്പിക്കാൻ വേണ്ടി നമുക്കെതിരെ, അതായത് നമ്മൾ പറയുന്നതിനെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ആശയത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മളെക്കാൾ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമപ്പാട നമ്മുടെ പരിസരത്ത് മുഴുവനുണ്ട്. അവരെയാണ് നമ്മുടെ ജനം കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ സഭയ്ക്ക് വേണ്ടിയും സഭയുടെ സത്താപരമായ കാഴ്ചപ്പാടുകൾ അതേപടി അവതരിപ്പിക്കാൻ വേണ്ടിയും സംസാരിക്കുന്ന ചാനലുകൾ എത്രയുണ്ട് കേരളത്തിൽ? നമ്മളിപ്പോ ഷക്കീന ചാനലിലാണ് ഇരിക്കുന്നത്. സഭയുടെ വിഷയം സഭയുടെ മനസ്സിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു മാധ്യമമല്ലാതെ ഒരു ദൃശ്യം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വേറെ ഏതൊരു ചാനലുള്ള എല്ലാ ചാനലുകളും സഭയുടെ വിഷയം അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു പൊടി, അവരുടെ മാനേജ്മെന്റിന്റെ മനസ്സിന്റെ ഒരു പൊടി ഉണ്ടല്ലോ, അത് അതിനകത്ത് വലിയ തൂവും, എല്ലാ വാർത്തയിലും തൂവും. അപ്പൊ കേൾക്കുന്നവർക്ക് പിന്നെ ശരിയായ കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ മനസ്സിനുള്ളിൽ നിന്ന് വരണം. ഒപ്പം തന്നെ ഇപ്പോൾ സ്കോട്ടേശൻ പറഞ്ഞു, പല വൈദികർക്കും നമ്മളിപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പം വളരെ മനോഹരമായിട്ട് കാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒത്തിരി വൈദികരുണ്ട് കേട്ടോ, ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ പലർക്കും ഒരു ഭയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഈ ഭയപ്പെട്ട് പിന്മാറുക എന്നൊരു സംഗതി. അപ്പോൾ പലപ്പോഴും ശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന വൈദികർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു ഭയപ്പെടുത്തലുകൾ അതിനെ എങ്ങനെയാണ് നേരിട്ട്, അതുകൂടി ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു അല്ലേ?